ഹായ് ഓൾ, ഇന്നൊരു അടിപൊളി പപ്പായ തോരൻ ഉണ്ടാക്കിയാലോ എന്ന് എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ പപ്പായ പഴുത്തുപോയി. ഞാൻ ആറ്റുന്നവരുണ്ടാക്കി മേടിച്ചൊരു പപ്പായയാണ്, പക്ഷേ അത് പഴുത്തുപോയി. ഞാൻ പിന്നെ പ്ലാൻ ബി ആയി അവിയൽ വെക്കാമെന്ന് വെച്ചു. അങ്ങനെ അവിയലിന് വേണ്ട കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു. പിന്നെ മോൻ വന്നപ്പോൾ 2 ദോശ ഇട്ട് കൊടുത്തു. പിന്നെ അതിനുശേഷം അവിയൽ നന്നായിട്ടൊന്ന് വേവിച്ചു. വെള്ളവും മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചു. പിന്നെ അതിനുശേഷം അവിയലിനുള്ള അരപ്പ് സെറ്റാക്കി. തേങ്ങയും മുളകും മഞ്ഞളും ജീരകവും ഒക്കെ ഇട്ട് അരച്ചെടുത്തിട്ട് അരപ്പ് സെറ്റാക്കി. പിന്നെ അതിനുശേഷം ഞാൻ വിചാരിച്ചു നല്ലൊരു രസം ഉണ്ടാക്കാമെന്ന്. രസം എൻ്റെ മാസ്റ്റർ പീസാണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചത് രസമാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി. പിന്നെ അതിനുശേഷം തക്കാളി നന്നായിട്ട് വേവിക്കണം. തക്കാളി വേവിക്കുന്നതിലാണ് രസത്തിന് ടേസ്റ്റ് വരുന്നത്. പിന്നെ തക്കാളി നന്നായിട്ട് വേവിച്ചു. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ നമ്മുടെ രസം സെറ്റായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു പപ്പടം വറക്കാമെന്ന്. പിന്നെ അതിൻ്റെ കൂടെ 2-3 മുളക് വറുത്തു. പിന്നെ അങ്ങനെ പപ്പടവും സെറ്റായി. അങ്ങനെ ചോറും അവിയലും രസവും പപ്പടവും അങ്ങനെ സെറ്റായി. അടിപൊളി ടേസ്റ്റായിരുന്നു.